കോട്ടയം വാകത്താനത്ത് അസം സ്വദേശിയെ കോൺക്രീറ്റ് മിക്സറിലിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കൊലപാതക കാരണത്തിൽ വ്യക്തത വരുത്താനാണ് ഈ നീക്കം. കോൺക്രീറ്റ് കമ്പനിയിലെ പ്ലാന്റ് ഓപ്പറേറ്ററായ തമിഴ്നാട് സ്വദേശി പാണ്ഡിതുരയാണ് ഇതേ കമ്പനിയിലെ ഹെൽപ്പർ ലേമൻ കിസ്കിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അശ്വിൻ ബാലാഴി ചേരുന്നു കോട്ടയത്ത് നിന്ന്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ രീതിയൊന്നും കേട്ടുകേൾവില്ലാത്തതാണ് കേരളത്തിൽ. പുതിയ പുതിയ പാഠങ്ങൾ അക്രമികൾ നമ്മെ പഠിപ്പിക്കുന്നു. പറയൂ. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. ഈ സംഭവം അതിദാരുണമായിരുന്നു, കൊലപാതകം അതിക്രൂരവുമായിരുന്നു. 26-ാം തീയതിയാണ് ഇങ്ങനൊരു സംഭവം ഈ വാകത്താനത്തെ പ്ലാന്റിൽ നടക്കുന്നത്. തൊഴിൽ തർക്കമാണ് ഇരുവരും തമ്മിൽ ഉള്ള തർക്കത്തിനും അത് പിന്നീട് ഒരു കൊലപാതകത്തിലേക്കും നയിക്കാൻ കാരണമെന്നാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിലൊരു വ്യക്തത വേണമെങ്കിൽ ഈ പ്രതിയായ തമിഴ്നാട് സ്വദേശി പാണ്ഡിതുരയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നിലവിൽ ജയിലിൽ കഴിയുന്ന ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കോടതിയിൽ നൽകാൻ പോലീസ് മുതിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇവർ തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു 26-ാം തീയതി തന്നെ. അതിനുശേഷമാണ് ഈ കോൺക്രീറ്റ് മിക്സറിൽ ഈ 19 വയസ്സുകാരനായ ലേമാൻ കിസ്കിനെ തള്ളിയിടുകയും മിക്സർ ഓണാക്കി കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം JCB ഓപ്പറേഷൻ അറിയാവുന്ന ഈ പ്രതിയായ പാണ്ഡിതുര JCBയിൽ ഈ മൃതദേഹം വാരി സമീപത്തെ വേസ്റ്റ് കുഴിയിൽ തള്ളുകയായിരുന്നു. അതിനു മുകളിലേക്ക് വീണ്ടും വേസ്റ്റ് ഇട്ട് മൃതദേഹം മൂടുകയും ചെയ്തു. കൃത്യം 3-ാം ദിവസമാണ് മൃതദേഹത്തിന്റെ കൈ മുകളിലേക്ക് ഉയർന്നു വന്ന ഇങ്ങനൊരു സംഭവം നാട്ടുകാർ അറിയുന്നത്. പിന്നീട് പോലീസിൽ അറിയിച്ചു. വിശദമായ അന്വേഷണം നടത്തി പ്രതിയെന്ന് സംശയിക്കുന്ന ഈ പാണ്ഡിതുരയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അങ്ങനെയാണ് താൻ ഈ കൊലപാതകം നടത്തി എന്നുള്ള സംഭവം പുറം ലോകം അറിയുന്നത്. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ്. അതിന്റെ ചുരുളുകൾ ഇനിയും അഴിയേണ്ടതുണ്ട്. ആ ചുരുൾ അഴിക്കാൻ വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള അപേക്ഷ നൽകാൻ ഒരുങ്ങുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു.